ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശത്തിലൂടെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഈ നാളുകളിൽ പ്രഭാത വചന സന്ദേശത്തിലൂടെ അനേകർക്ക് ആശ്വാസമാകുന്നുവെന്നും സമാധാനത്തിനും അനുഗ്രഹത്തിനും കാരണമാകുന്നുവെന്നും ചിലർ ബന്ധപ്പെടുമ്പോൾ അറിയിക്കുമ്പോൾ കേൾക്കുന്നത് വളരെ സന്തോഷം തന്നെ. നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനം ഈ നാളുകളിൽ നമ്മളുടെ ജീവിതത്തിന് വളരെ ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന ഒരു സത്യമാണ്. കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും കെടുതികളും നിറയപ്പെട്ടതിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യൻ ആകുലതകളും വ്യാകുലതകളും കൊണ്ട് വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൽ തന്നെ ആശ്രയം വെച്ച് ജീവിക്കുന്ന ഏതൊരു ദൈവത്തിൻ്റെ പൈതലിനും പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നിൽപ്പാൻ തക്കവണ്ണം ഏറ്റവും മതിയായതാണ് ദൈവത്തിൽ നിന്നുള്ള ആശ്വാസവനുഗ്രഹങ്ങൾ. എം ജ്യോതി മീഡിയയ്ക്ക് വേണ്ടി വിശ്വജ്യോതി ഗോസ്ബൽ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും നല്ല ഉപദേശങ്ങൾ തരികയും ചെയ്യുന്ന ഇവരെയും സർവശക്തനായ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഏതൊരുവരുടെയും വിഷയങ്ങൾ എത്ര തന്നെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളാണെങ്കിൽ തന്നെയും നിശ്ചയമായിട്ടും അത് ഞങ്ങളെ അറിയിക്കാവുന്നതും ഞങ്ങൾക്ക് ഉള്ള പ്രാപ്തി അനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ന് രാവിലെയുള്ള ചെറിയ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 50-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാമത് വാക്യം ഞാൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചെന്ന് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 50:20. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. ഇവിടെ നമ്മൾ യോസഫിൻ്റെ ഒരു വാക്കാണ് വായിച്ചത്. സത്യവേദ പുസ്തകത്തിൻ്റെ അറിവുള്ള ഏതൊരാൾക്കും ഏറെക്കുറെ അറിയാവുന്നൊരു കാര്യമാണ് യാക്കോബിൻ്റെ സന്തതിയാകുന്ന യോസഫിനെ കുറിച്ച്. യോസഫ് ബാല്യകാലത്തിൽ തന്നെ യഹോവയായ ദൈവത്തിന് ഏറ്റവും പ്രിയനും ദൈവിക ദർശനങ്ങൾ പ്രാപിച്ച് ദൈവത്തിൽ നിന്നുള്ളതാകുന്ന ദർശനങ്ങൾ സ്വപ്നത്തിലൂടെ ലഭിച്ച് അത് തൻ്റെ സഹോദരന്മാരോടും മാതാപിതാക്കളോടും പ്രിയപ്പെട്ടവരോടും അറിയിക്കാൻ നിമിത്തമായിട്ട് തൻ്റെ ജീവിതത്തിൽ നേരിട്ട നിരവധി അതികഠിനമാകുന്ന തിക്തമാകുന്ന അനുഭവങ്ങൾ പിഞ്ചു ബാലനായിരിക്കുമ്പോൾ ഭവനത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരിലൂടെ തനിക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നതാകുന്ന വളരെ ദുഃഖകരമാകുന്ന അനുഭവങ്ങൾ, അവൻ കണ്ട ദർശനം നിമിത്തമായിട്ട് ആ ദർശനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ സഹോദരന്മാർ ഞങ്ങൾ നിന്നെ ആരാധിക്കേണ്ടതായിട്ട് വരുമോ, ഞങ്ങൾ നിന്നെ നമസ്കരിക്കേണ്ടതായിട്ട് വരുമോ, ഞങ്ങൾക്ക് നീ നേതാവാകുമോ എന്നുള്ളതാകുന്ന ചോദ്യത്തോടു കൂടി ആ ഏറ്റവും ഇളയ സഹോദരനാകുന്ന പിഞ്ചു കുഞ്ഞിനോട് ക്രൂരത കാണിക്കുന്നു. മൃഗീയമായ രീതിയിൽ അവനെ ഉപദ്രവിക്കുന്നു, കൊന്നുകളയാൻ തന്നെ തീരുമാനിക്കുന്നു. എന്നാൽ ഏറ്റവും മൂത്ത സഹോദരനാകുന്ന രൂപേൻ്റെ വാക്ക് നിമിത്തമായിട്ട് അവനെ മരണത്തിലേക്ക് വിടാതെ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. അങ്ങനെ യോസഫ് വിവിധമാകുന്ന ഘട്ടങ്ങളിലൂടെ താൻ കടന്നുപോയി അവസാനം മിസ്രൈമിലെ ഒരു ഏറ്റവും ഉന്നത രാജാവ് കഴിഞ്ഞാൽ പിന്നീടുള്ള ഉന്നത അധികാരിയായി തീരുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് നമുക്ക് പിന്നീടുള്ളതാകുന്ന അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. യോസഫിനെ മിസ്രൈമിലെത്തിക്കുക എന്നുള്ളതും സകല ലോക രാജ്യങ്ങളിലും വലിയൊരു ദാരിദ്ര്യം നേരിടുമ്പോൾ അത് ഇസ്രായേലിൻ്റെ സന്തതി പരമ്പരയ്ക്ക് ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ വഹിക്കുവാൻ തക്കവണ്ണം ഒരു വഴിത്തിരിവാക്കി ദൈവം ചെയ്തതായിട്ട് നമുക്ക് പിന്നീട് അത് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തു തന്നെ ആയാലും എൻ്റെ ചിന്ത അതല്ല, ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരു ഹൃദയം, ക്ഷമിക്കുന്ന ഒരു യോസഫിനെയാണ് നമ്മളിവിടെ കാണുന്നത്.
വളരെ കഠിനമായിട്ട് തന്നെ കൊല്ലുവാൻ വരെ ഒരുമ്പിട്ട, ക്രൂരവും കഠിനമായിട്ട് തന്നെ ഉപദ്രവിച്ച, തന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ച ഇപ്രകാരമുള്ളതാകുന്ന ഒരു സഹോദരന്മാരോട് അവസാന നാളുകളിൽ ഉന്നത അധികാരസ്ഥനായിരിക്കുന്ന യോസഫിൻ്റെ അടുക്കൽ അവർ അടിമകളെപ്പോലെ അകപ്പെട്ടു നിൽക്കുമ്പോൾ യോസഫ് അവരോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ദൈവത്തെ സ്തോത്രം. വലിയ ആശയങ്ങൾ, വലിയ മർമ്മം അതിൽ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതിൽ നിന്നുണ്ട്. പാഠം നമുക്ക് ലഭിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരാം. ചിലപ്പോൾ ചില ഉപദ്രവങ്ങളായിരിക്കാം, മരണകരമാകുന്ന അവസ്ഥകളായിരിക്കാം, ആക്ഷേപങ്ങളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം, വിട്ടുമാറാത്ത രോഗങ്ങളായിരിക്കാം. അങ്ങനെ അടിക്കടി പലതും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാം. പക്ഷേങ്കിൽ നമ്മൾ യഥാർത്ഥമായിട്ട് ദൈവത്തിന് ഏറ്റവും പ്രിയനാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടപുത്രനാണെങ്കിൽ, ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് നമുക്ക് നീക്കുപോക്കളെ ഉണ്ടാകുമെന്ന് ദൈവാത്മാവിൽ ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ അധികാരസ്ഥനായിരിക്കുന്ന യോസഫിനെ വേണമെങ്കിൽ തൻ്റെ സഹോദരന്മാർ അടിമകളെപ്പോലെ അവിടെ എത്തിക്കിട്ടിയപ്പോൾ, തൻ്റെ അടുക്കലെത്തിയപ്പോൾ അവരോട് വൈരാഗ്യം കാണിക്കാമായിരുന്നു, അവരോട് കോപിക്കാമായിരുന്നു, ക്രോധം കാണിക്കാമായിരുന്നു, അവരോട് എങ്ങനെ വേണമെങ്കിലും അധികമായിട്ട് അവരോട് ഇടപെടാമായിരുന്നു. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന യോസഫ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ എൻ്റെ നേരെ ദോഷം നിരൂപിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ക്ഷമിക്കാൻ കഴിവുള്ള ഒരു യോസഫ്. എൻ്റെ ചിന്ത അതാണ്. ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് ദോഷം ചെയ്യുന്നവരോട് പക ചെയ്യുവാൻ നോക്കാതെ, വൈരാഗ്യം തീർക്കാൻ നോക്കാതെ, കണക്ക് തീർക്കാൻ നോക്കാതെ, അവസരങ്ങളെ കാത്തിരുന്ന്, അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന്, അവസരം കിട്ടുമ്പോൾ നമുക്ക് ദോഷം ചെയ്യുന്ന ഒരാളെ, നമുക്ക് ചതിവ് ചെയ്ത ഒരാളെ, നമ്മളോട് ക്രൂരത കാണിച്ച ഒരാളെ, നമ്മളെ തകർക്കാൻ നോക്കി അല്ലെങ്കിൽ തകർക്കാൻ കാരണമാക്കി തീർത്ത ഒരാളെ ക്ഷമിക്കാമോ? തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും, നമ്മുടെ ഹൃദയത്തിന് തണുപ്പായിരിക്കും, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും. സർവോപരി ജീവനുള്ള ദൈവത്തിൽ നിന്നുള്ളതാകുന്ന അനുഗ്രഹവും ആശീർവാദങ്ങളും നന്മകളും ലഭിക്കാൻ കാരണമാണ്. യോസഫിനെ പോലെ നമുക്ക് ആരൊക്കെ ഏതെല്ലാം തരത്തിൽ, എവിടെയെല്ലാം, എങ്ങനെയെല്ലാം നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടോ, നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടോ, നമ്മളെ പുറന്തള്ളിയിട്ടുണ്ടോ, അകറ്റി നിർത്തിയിട്ടുണ്ടോ, നമ്മളെ നിന്ദിച്ചിട്ടുണ്ടോ, ആക്ഷേപിച്ചിട്ടുണ്ടോ, നമുക്കവരോട് പൊറുക്കാം, നമുക്കവരോട് ക്ഷമിക്കാം. എന്തിനു വേണ്ടി? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പിന്നെയും കഴുകൽ പ്രാപിക്കാം, ശുദ്ധീകരണം പ്രാപിക്കാം, ഒരുക്കം പ്രാപിക്കാം. സ്വർഗത്തിലെ ദൈവത്തിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. യോസഫിനെ പോലെ നമുക്ക് ചിന്തിക്കാം, നമുക്ക് ക്ഷമിക്കാൻ കഴിവുള്ള ഒരു ഹൃദയം ഉണ്ടാകട്ടെ. നോക്കണമേ, യേശു ക്രിസ്തുവിനെ പോലും അതേ പിടിക്കുമ്പോൾ പത്രോസ് വാളെടുത്തുകൊണ്ട് അതേ റോമൻ സൈന്യത്തെ അല്ലെങ്കിൽ പടയാളികളെ വെട്ടുകയാണ്. യേശു ക്രിസ്തു അവരെ പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, പത്രോസേ നീ വാളുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. അതെ, യേശുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമുക്കും നമ്മളുടെ സഹജീവികളോട്, നമ്മുടെ സഹചരോട് നമുക്ക് ക്ഷമിക്കാം, ദൈവകൃപ അനുഭവിക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.